അതിർത്തി കടന്നുള്ള ബംഗ്ലാദേശി പൗരന്മാരുടെ നുഴഞ്ഞുകയറ്റം വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസവും വാളും കുന്തവുമായി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച ബംഗ്ലാദേശികൾ അതിർത്തിയിൽ തോക്കുമായി നിൽക്കുന്ന BSF ഉദ്യോഗസ്ഥരെ കണ്ട് ജീവനും കൊണ്ട് തിരികെ ഓടി രക്ഷപ്പെട്ടു. ഇവരെ പിടികൂടാൻ സാധിച്ചില്ല. അതിനു മുന്നേ തന്നെ രക്ഷപ്പെടുകയായിരുന്നു. കന്നുകാലിക്കടത്ത് സംഘമാണ് അതിർത്തി കടക്കാൻ ശ്രമം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ ഇൻഡോ ബംഗ്ല അതിർത്തിയിലായിരുന്നു സംഭവം നടന്നത്. സംഘത്തിൽ നിന്നും 10 കാളകളെയും സുരക്ഷാ സേന മോചിപ്പിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത്. ബുട്ടാഹദ് അതിർത്തി പോസ്റ്റ് കടക്കാനാണ് സംഘം ഇന്ത്യയിലേക്ക് എത്തിയതും. ഇവരുടെ പക്കൽ വാളും കുന്തവും ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങളും ഉണ്ടായിരുന്നു. സുരക്ഷാ സേനയും മറ്റ് കള്ളക്കടത്ത് സംഘങ്ങളെയും പ്രതിരോധിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇവർ മാരക ആയുധങ്ങൾ കയ്യിൽ കരുതിയിരുന്നത്. അന്താരാഷ്ട്ര അതിർത്തി കടക്കുന്നതിനിടയിൽ ഈ സംഘം പെട്രോളിംഗ് നടത്തുന്ന സേനാംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഇതോടെ ഇവരോട് തിരികെ ബംഗ്ലാദേശിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഇതവർ അവഗണിക്കുകയും ഇതുമാത്രവുമല്ല അതിർത്തി വേലി നശിപ്പിക്കുകയും ചെയ്തു. ഇതോടെ BSF തോക്ക് പ്രയോഗിക്കുകയായിരുന്നു. തോക്കിന്റെ ശബ്ദം കേട്ട് ഭയന്ന കള്ളക്കടത്ത് സംഘം ഉടൻ തന്നെ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇതിനിടെ കാളകളെയും മാരക ആയുധങ്ങളും അതിർത്തിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. 3 കുന്തങ്ങൾ സ്ഥലത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം അതിർത്തിയിൽ മുള്ളുവേലി കെട്ടാനെത്തിയ BSFന് പിന്തുണയുമായി നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു. പശ്ചിമ ബംഗാളിലെ മാൾഡ ജില്ലയിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫെൻസിംഗ് പ്രവർത്തനങ്ങളെ ചൊല്ലിയുള്ള അതിർത്തി സുരക്ഷാ സേനയും അതുപോലെ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശുമായി വാക്കേറ്റം വരെ ഉണ്ടായിരുന്നു. സുഖ്ദേപൂർ ഗ്രാമത്തിന് സമീപം BSF ജവാന്മാർ ഇന്ത്യൻ ഭാഗത്ത് ജോലി ചെയ്യുന്നതിനിടയിലാണ് ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് എതിർപ്പുമായി രംഗത്ത് വരുന്നത്. തുടർന്ന് ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം, ജയ് ശ്രീറാം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്രാദേശിക ഗ്രാമവാസികൾ BSFനെ പിന്തുണയ്ക്കാൻ ഒത്തുകൂടുകയും ചെയ്തു. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറുകയാണ്. അതിനു പിന്നാലെ വേലി കെട്ടാൻ അനുമതി ഉണ്ടെന്ന് BSFും തറപ്പിച്ചു പറഞ്ഞതോടെയാണ് ബംഗ്ലാദേശി ഗാർഡുകൾ പിന്മാറുക ചെയ്തത്. അതേസമയം അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്ന ബംഗ്ലാദേശികളെ പിടികൂടിയ വാർത്തയും റിപ്പോർട്ട് ചെയ്തിരുന്നു. തിരുപ്പൂർ, കോയമ്പത്തൂർ ജില്ലകളിൽ നിന്നും 31 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ തമിഴ്നാട് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ബംഗ്ലാദേശി പൗരന്മാർക്ക് പാസ്പോർട്ടോ മറ്റു രേഖകളോ ഇല്ലായിരുന്നുവെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശി പൗരന്മാരെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് വിവരമായി ലഭ്യം. ഇവർ ഇന്ത്യയിലെത്തിയ ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ ചോദ്യം ചെയ്തു വരികയാണ് എന്നും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ആഴ്ച പെരുന്തുറയിലെ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന 7 ബംഗ്ലാദേശി പൗരന്മാരെ അനധികൃതമായി ഇന്ത്യയിൽ തുടരുന്നതിനിടയിലായിരുന്നു പിടികൂടിയതും. വടക്കേ ഇന്ത്യയിലെ നിരവധി തൊഴിലാളികൾ കുടുംബസമേതം തമിഴ്നാട്ടിലെ വിവിധ ഫാക്ടറികൾ ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്കിടയിലേക്ക് വ്യാപകമായി ബംഗ്ലാദേശി പൗരന്മാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.